തിരുവനന്തപുരത്ത് നഗരസഭയുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി KSRTCയുടെ ഫുട്പാത്ത് കയ്യേറിയുള്ള ബസ് സ്റ്റോപ്പ് 2 ആഴ്ചയ്ക്കകം ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും KSRTC അധികൃതർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം തീർത്തുകൊണ്ടാണ് തമ്പാനൂരിലെ KSRTCയുടെ നിയമലംഘനം. എനിക്ക് പിന്നിൽ കാണുന്നത് KSRTCയുടെ തിരുവനന്തപുരത്തെ തമ്പാനൂരിലുള്ള ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡാണ്. അന്തർ സംസ്ഥാന ബസ്സുകളടക്കം വരികയും പോവുകയും ചെയ്ത സ്ഥലമാണ് ആ പ്രധാനപ്പെട്ട KSRTCയുടെ ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് 200 മീറ്റർ മാത്രം അകലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് എന്ന പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുണ്ട് KSRTCയുടെ മേൽനോട്ടത്തിൽ. അത് ഫുട്പാത്ത് കയ്യേറി കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ ജൂൺ മാസം 18-ാം തീയതിക്ക് ഒരു കത്ത് KSRTCക്ക് കൈമാറിയിരുന്നു. ആ കത്തിൽ പരാമർശിക്കുന്നത് 2 ആഴ്ചക്കകം ഈ ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് പൂർണ്ണമായി പൊളിച്ചു മാറ്റി സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താത്ത തരത്തിൽ അതിന്റെ അനുബന്ധ നിർമ്മാണം മുഴുവൻ അവിടെ നിന്ന് മാറ്റണമെന്ന കർശനമായ നിർദ്ദേശമാണ് KSRTCക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിൽ വ്യക്തമായി പരാമർശിച്ചിരുന്നത്. ആ 2 ആഴ്ച പിന്നിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഒരു കത്ത് കോർപ്പറേഷന് അതിന് മറുപടിയായി കൈമാറിയിരിക്കുകയാണ്. ആ കത്തിൽ പരാമർശിക്കുന്നത് ഇത് KSRTCയുടെ ഉത്തരവാദിത്തമല്ല, ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റേണ്ടത് KSRTCയുടെ ഉത്തരവാദിത്തമല്ല, മാത്രവുമല്ല ഇത് അനധികൃതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന നഗരസഭയുടെ കണ്ടെത്തൽ അത് വാസ്തവ വിരുദ്ധമാണ്. അനധികൃതമായിട്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഈ കത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസർ നൽകിയിരിക്കുന്ന മറുപടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്റർലോക്ക് ഇട്ട് ആളുകൾക്ക് ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഈ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ 5 മുതൽ 6 വരെ KSRTC ബസ്സുകൾ ഒരേ സമയം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് കൊണ്ട് പാർക്ക് ചെയ്യുകയും ആളുകളെ കയറ്റുകയും ഇറക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ വഴിയിൽ നിന്നാണ്. അവിടെയാണ് പൊതുജനങ്ങളുടെ ഹൈക്കോടതി വിധിയുടെയും സുപ്രീം കോടതി വിധിയുടെയും നഗ്നമായ ലംഘനം പരസ്യമായി നടക്കുന്നത്. അതായത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഫുട്പാത്ത് കയ്യേറിക്കൊണ്ടുള്ള അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ നമുക്ക് മുമ്പിലുണ്ട്. അതിന്റെ നഗ്നമായ ലംഘനമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം തമ്പാനൂരിൽ തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നഗരസഭ നൽകിയിരിക്കുന്ന കത്ത് പരിഗണിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്നതിനായി അടിയന്തരമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥരും അതോടൊപ്പം സാധാരണക്കാരായ ഈ വഴിയാത്രക്കാരുമൊക്കെ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ ശ്രീ വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.